PFIയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും 4 പേർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് NIA പ്രതി ചേർത്തിട്ടുള്ള 4 പേർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അഥവാ PFI നിരോധനത്തിന് ശേഷം PFIയുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പാലക്കാട് ശ്രീനിവാസൻ വധം എന്നുള്ളത്. നേരത്തെ അവിടെ എലുപ്പുള്ളി സുബൈർ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകനെ അവിടെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ അതിന്റെ പ്രതികാരമായിട്ടാണ് ഈ ശ്രീനിവാസന്റെ കൊലപാതകം നടന്നതെന്നായിരുന്നു കേരള പോലീസിന്റെ കുറ്റപത്രം എന്നുള്ളത്. പക്ഷേ പിന്നീട് പോപ്പുലർ ഫ്രണ്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ട കേസുകളും ഉൾപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് NIA ഏറ്റെടുത്തു. NIA ഏറ്റെടുത്തതിനു ശേഷം കോടതിയിൽ ഒരു സമാന്തര കുറ്റപത്രം നൽകി. ആ കുറ്റപത്രത്തിലെ വിവരങ്ങൾ എന്നുള്ളത് ഒരു ഹിന്ദുവിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുൻ PFIക്കാർ ആസൂത്രണമായ ഗൂഢാലോചനയോടുകൂടി നടത്തിയ കൊലപാതകമായിരുന്നു ശ്രീനിവാസന്റെ കൊലപാതകം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം 4 പേർക്ക് കൂടി ജാമ്യം ലഭിച്ചതോടുകൂടി ഈ കേസിൽ മൊത്തം പ്രതി ചേർത്തിരിക്കുന്ന 71 പേരിൽ ഭൂരിഭാഗം ആളുകൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളെ പോലീസിനോ അല്ലെങ്കിൽ NIAക്കോ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കുതകുന്ന തെളിവുകൾ നിരത്താൻ NIAക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിലവിൽ ഈ 4 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ 4 പേർക്ക് കൂടി ജാമ്യം. ബിലാൽ, അൻസാർ, റിയാസ്, ഷഹീർ എന്നീ പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. വിവരങ്ങൾ മുസ്തഫ നൽകും. അഹമ്മദ് മുസ്തഫ നൽകും കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഇപ്പോൾ മൊത്തം എത്ര പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു? നേരത്തെ 48 പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി 4 പേർക്ക് കൂടി ജാമ്യം അനുവദിക്കുകയാണ്. ആകെ 52 പേർക്കാണ് നിലവിൽ ഈ 71 പേരുള്ള പ്രതിപട്ടികയുള്ള കുറ്റപത്രമുള്ള കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 52 പേർ ഇപ്പോൾ ജാമ്യത്തിലാണ്. ഈ ഇന്നത്തെ 4 പേരുടെ കൂടി വരുമ്പോൾ സ്വാഭാവികമായും 9 പേര് മിസ്സിംഗ് ആണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 9 പ്രതികൾ മിസ്സിംഗ് ആണ്. അതൊഴിച്ചാൽ ഇനി ആകെ ബാക്കിയുള്ളത് 4 പേർക്ക് കൂടിയാണ് ജാമ്യം ലഭിക്കാനുള്ളത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 15/4/22 ആദ്യം സുബൈർ വധമുണ്ടാകുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ശ്രീനിവാസൻ വധമുണ്ടാകുന്നു. സ്വാഭാവികമായും ഇതൊരു പൊളിറ്റിക്കൽ റിട്ടാലിയേഷൻ ആണ്, രാഷ്ട്രീയ വൈര്യമൂലമുള്ള കൊലപാതകമാണെന്നായിരുന്നു പോലീസിന്റെ കുറ്റപത്രം. പക്ഷേ UAP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ NIA കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഹിന്ദു ആയ പ്രവർത്തകനെ കൊലപ്പെടുത്തി ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണെന്നാണ്. പക്ഷേ ഈ വാദം ഹൈക്കോടതി അവിശ്വസിച്ചു. മാത്രമല്ല അത് മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഇത്രയധികം പ്രതികൾക്ക് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുള്ള വാദങ്ങൾക്ക് NIAക്ക് കൃത്യമായി ആ രൂപത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ടാണ് 52 പേർ ഇപ്പോൾ ജാമ്യത്തിലിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിലെ പ്രതികളായിട്ടുള്ള 21, 22, 23 പ്രതികൾ, ഒപ്പം തന്നെ 60-ാം പ്രതി, ഈ 4 പേർക്കാണ് ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബിലാൽ, അൻസാർ, റിയാസ്, ഷഹീർ പാലക്കാട് സ്വദേശികളാണ്. ഇവർക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി മുസ്തഫ. ഈ ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നേരത്തെ അവിടെ ഒരു കൊലപാതകം നടക്കുന്നു. അത് മുൻ PFI പ്രവർത്തകനായ സുബൈറിന്റെ കൊലപാതകമായിരുന്നു. സുബൈറിന്റെ കൊലപാതകത്തിന്റെ റിട്ടാലിയേഷൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ മർഡറാണ് ഈ ശ്രീനിവാസൻ വധം എന്നാണ് കേരള പോലീസ് അന്വേഷിച്ചപ്പോഴും അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രങ്ങൾ സമർപ്പിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ പിന്നീട് PFI നിരോധനം ഉണ്ടാകുന്നു. PFI നിരോധനത്തോടനുബന്ധിച്ച് ഈ കേസ് NIA ഏറ്റെടുക്കുന്നു. NIA ഏറ്റെടുത്തതിനു ശേഷം NIA പറയുന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഹിന്ദുവായ ആളെ കൊലപ്പെടുത്താൻ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊലപാതകം എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴീ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ വാർത്ത വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഒരു കാര്യം ഹൈക്കോടതി അവിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്. NIA ഉയർത്തിക്കൊണ്ടുവന്ന വാദഗതികൾ ഈ കേരള ഹൈക്കോടതി അവിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ആദ്യം സംഭവിച്ചിട്ടുള്ള ഈ പാലക്കാട് സുബൈറിന്റെ കൊലപാതകത്തിൽ ആകെ 10-11 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. RSS പ്രവർത്തകരായിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിന്റെ പ്രതികാരം എന്നോണമുണ്ടായ
അതിന്റെ പ്രതികരണം എന്നോണമുണ്ടായ ഒരു കൊലപാതകത്തിൽ, ആ കൊലപാതകത്തിൽ വളരെ വളരെ വലിയ രീതിയിലുള്ള അറസ്റ്റുകൾ നടക്കുന്നു, റെയ്ഡുകൾ നടക്കുന്നു, അവർക്ക് UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു, NIA തന്നെ കേസ് ഏറ്റെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. NIA ആണ് കേസ് ഏറ്റെടുത്തത്, NIA കേസ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വാദഗതികൾ കോടതികളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. PFI നിരോധനത്തിന് കൂടി കാരണമായ ഒരു സംഭവമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ 4 പേർക്ക് കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 50ഓളം ആളുകൾക്ക് ജാമ്യം ലഭിച്ച ഒരു കേസാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുമൊക്കെ. അതായത് ഈ NIA സമർപ്പിക്കുന്ന കുറ്റപത്രത്തിന് അനുസൃതമായ തെളിവുകൾ പലപ്പോഴും നിരത്താൻ സാധിക്കാതെ വരികയും UAPA എന്നുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആളുകളെ തടങ്കലിൽ വെക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ജാമ്യം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ NIA ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുതകുന്ന തെളിവുകൾ നിരത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് ഈ PFIയുമായി ബന്ധപ്പെട്ട ഈ കേസിലും വ്യക്തമാവുന്നുള്ള കാര്യം എന്നുള്ളത്. നേരത്തെ PFIയുമായി നിരോധനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് കോടതികളിൽ ഈ കേസിലും നടന്നുകൊണ്ടിരിക്കുന്നത്. NIA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിനുതകുന്ന തെളിവുകൾ നിരത്താൻ പലപ്പോഴും കോടതികളിൽ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ PFI മുൻ പ്രവർത്തകരായ ആളുകൾക്ക് കൂടി കേരള ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പാലക്കാട് ഈ സംഭവങ്ങൾ ചർച്ചാ വിഷയമാവുകയാണ്. പാലക്കാട് ആദ്യമുണ്ടായ സംഭവത്തിന്റെ അതിലുണ്ടായ പോലീസ് നടപടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചാ വിഷയമാകുകയാണ്. അവിടെ എന്ത് തരം സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്? മറുഭാഗത്ത് മറ്റൊരു RSSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെടുമ്പോൾ അവിടെ സംവിധാനങ്ങൾ ഉണർത്തി പ്രവർത്തിക്കുകയും വളരെ വലിയ രീതിയിലുള്ള അറസ്റ്റുകൾ ഉണ്ടാവുകയും 71 ആളുകളെ ഒറ്റ ഒരു കൊലപാതക കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും വ്യാപകമായിട്ട് അറസ്റ്റുകളും നടപടികളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും മറുഭാഗത്ത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസ് ഏറ്റെടുത്തുകൊണ്ട് ഇതൊരു വർഗീയ സ്വഭാവമുള്ള ആക്രമണമാണ് എന്ന് പറയുകയും പക്ഷെ അതിനുതകുന്ന തെളിവുകൾ നിരത്താൻ പലപ്പോഴും കോടതികളിൽ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് മുൻ PFI പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്ന ജാമ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ PFIയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇന്ത്യയിലെ വിവിധ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെളിവുകൾ നിരത്താൻ പലപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരുന്നത്.